പൊറാത്ത റെഡിയാണ്. പാത്രത്തിലേക്ക് ഹായ്, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താലോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പനീരാണ്, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പനീരാണ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഇത് സവോളയാണ്, ചെറിയുള്ളിയല്ല, ചെറിയൊരു പീസ് മതി. അത് പൊടിയായിട്ട് അരിയാം. ചെറിയൊരു പീസ് ഇഞ്ചിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, അതും 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്. ഇത് ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ചെറിയൊരളവിലേ ചെയ്യുന്നുള്ളൂ. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബൗളെടുത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാൻ എടുപ്പത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബട്ടറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഒരു പീസ് ബട്ടർ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിപ്പോവും. ഇനി അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറാത്ത ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. പനീർ ചെയ്യുന്നതായതുകൊണ്ട് ബട്ടറാണ് കുറച്ചുകൂടി നല്ലത്, അതുകൊണ്ടാണ് ബട്ടർ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ പൊറാത്ത റെഡിയാണ്. ഞാനിതിൻ്റെ കൂടെ പരിപ്പ് കറിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തൈര് ഉപയോഗിക്കാം. എന്തോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കറിയോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ ഹെൽത്തി റെസിപ്പി ആയിട്ട് കാണാം. ബൈ.